ലോകത്തെ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയായിരുന്നു എപ്സ്റ്റീൻ ഫയൽസുകളിലൂടെ പുറത്തു വന്നത്. എപ്സ്റ്റീൻ ഫയൽസിലൂടെ ലോകത്തിലെ പല മാന്യരുടെയും ലോകമാരാധിക്കുന്ന പല പരിണിത പ്രജ്ഞരുടെയും എല്ലാം തന്നെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതായിരുന്നു. ലോകമാരാധിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, ബിൽഗേറ്റ്സ് പോലുള്ള വലിയ ടെക് ഭീമന്മാരുടെ എല്ലാം തന്നെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അതേസമയം എപ്സ്റ്റീൻ ഫയൽസിൽ ഒരു പടി കൂടെ കടന്ന് എപ്സ്റ്റീന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദ്യമുണ്ടായിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റീന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ ജനസംഖ്യ പകുതിയായി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ജനിതകപരമായിട്ട് ശക്തിയില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടികൾ ഉണ്ടാകരുത് എന്നാണ് എപ്സ്റ്റീൻ പ്രധാനമായും വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വന്ധീകരിച്ച് ലോകത്തിൽ ജനറ്റിക്കലി സ്ട്രോങ് ആയി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം കുട്ടികൾ ഉണ്ടായാൽ മതി. എപ്സ്റ്റീൻ തന്റെ ബീജം എടുത്ത് സംസ്കരിച്ച് ഒരു പുതിയ സൂപ്പർ റേസ് തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എടുത്ത് അത് സംസ്കരിക്കാതെ വെച്ച് ആ മൃതദേഹത്തിന് പിന്നീട് ജീവൻ നൽകാൻ കഴിയും എന്നുള്ളൊരു ടെക്നോളജി അടക്കം എപ്സ്റ്റീൻ വലിയ രീതിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇതൊക്കെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇനി പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ ആടിപ്പോകുന്ന ഒരു റിപ്പോർട്ടാണ് എപ്സ്റ്റീൻ ഫയൽസിൽ നമുക്ക് കാണാനായി സാധിച്ചത്. പോരാത്തതിന് UK ഭരണാധികാരി കെയർ സ്റ്റാർമർ ഇപ്പോൾ ഭരണം പോകുന്ന വക്കിൽ നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ എപ്സ്റ്റീൻ എങ്ങനെയാണ് മരിച്ചത് എന്നതിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്യുകയാണ്. എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല. എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തതല്ല. എപ്സ്റ്റീന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡോക്ടർ. ഞെട്ടിക്കുന്ന അവകാശവാദമാണ് ഇത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള അധ്യായങ്ങളിൽ ഒന്നാണ് ജെഫ്രി എപ്സ്റ്റീന്റെ കേസ്. ഉയർന്ന ലൈംഗിക കടത്ത് ആരോപണങ്ങളാൽ ചുറ്റപ്പെട്ട എപ്സ്റ്റീന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. 2019 ന്യൂയോർക്കിലെ പരമാവധി സുരക്ഷാ ജയിലിൽ അദ്ദേഹം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലാണ് മരിച്ചത്. ഇത് ഔദ്യോഗികമായി ആത്മഹത്യയായി പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും പ്രശസ്ത ഫോറൻസിക് പാത്തോളജിസ്റ്റ് ഡോക്ടർ മൈക്കിൾ ബാഡന്റെ അവകാശവാദം ഈ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എപ്സ്റ്റീൻ തൂങ്ങി മരിച്ചതാകണമെന്നില്ല, മറിച്ച് ശ്വാസം മുട്ടിച്ചാണ് അദ്ദേഹത്തെ കൊന്നതെന്ന് ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ മൈക്കിൾ ബേഡൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ തെളിവുകൾ ആത്മഹത്യയിലേക്കല്ല, മറിച്ച് കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറയുന്നു. എപ്സ്റ്റീന്റെ കോളർ ബോണിന് പൊട്ടലുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ ബേഡൻ അഭിപ്രായപ്പെട്ടു. തൂങ്ങി മരിച്ച കേസുകളിൽ ഇത്തരത്തിലുള്ള ഒടിവ് വളരെ അപൂർവമാണ്. ശ്വാസം മുട്ടിക്കുമ്പോഴാണ് ഇത് കൂടുതൽ സാധാരണ. 24 മണിക്കൂറും നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നിട്ടും എപ്സ്റ്റീനെ പോലുള്ള ഒരു ഉന്നത തടവുകാരൻ മരിക്കുന്നത് ഒരു വലിയ സുരക്ഷാ വീഴ്ചയോ അല്ലെങ്കിൽ ഗൂഢാലോചനയോ ആയിരിക്കാമെന്നാണ് ഇപ്പോൾ മൈക്കിൾ ബേഡൻ പറയുന്നത്. ആത്മഹത്യയാണെന്ന് വിധിച്ച് കേസ് അവസാനിപ്പിക്കാൻ ഔദ്യോഗിക മെഡിക്കൽ എക്സാമിനർ ശ്രമിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം സമയത്ത് നിരീക്ഷകനായി സന്നിഹിതനായിരുന്ന ഡോക്ടർ ബേഡൻ ഈ നിഗമനത്തോട് വിയോജിച്ചു. മരണകാരണം കൃത്യമായി കണ്ടെത്തുന്നതിന് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ വിദഗ്ധർ പോലും തുടക്കത്തിൽ സമ്മതിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു. എന്നിട്ടാണ് എപ്സ്റ്റീനെ യാതൊരുവിധ തുടർ നടപടികളുമില്ലാതെ ആ മൃതദേഹം സംസ്കരിച്ചത് എന്നും ഇപ്പോൾ ഡോക്ടർ ബേഡൻ അവകാശപ്പെടുന്നു. ഇതോടുകൂടി എപ്സ്റ്റീന്റെ മരണം വെറും മരണമല്ല, ഒരു ആത്മഹത്യയല്ല, മറിച്ച് അതൊരു കൊലപാതകമാണ്. ആരുടെയൊക്കെയോ എന്തൊക്കെയോ രഹസ്യങ്ങൾ വീണ്ടും പുറത്തു വരുന്നത് മറയ്ക്കാനുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്ന വാദവും സംശയവും ബലപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.